അങ്കമാലി ശബരി റെയിൽപാതയുടെ ഭാഗമായുള്ള സ്ഥലം ഏറ്റെടുപ്പ് ഓഫീസുകൾ വീണ്ടും തുറക്കുന്നു. ശബരി റെയിൽപാതയ്ക്കായി കേന്ദ്ര സർക്കാർ 505 കോടി രൂപ കൂടി അനുവദിച്ചതോടെയാണ് റെയിൽവേ തുടർ നടപടികളിലേക്ക് കടക്കുന്നത്. നേരത്തെ ഈ പാതയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ 1900 കോടി രൂപ അനുവദിച്ചിരുന്നു. മലയോര മേഖലയിലെ ജനതയുടെ ഏറെ നാൾ നീണ്ട കാത്തിരിപ്പാണ് അങ്കമാലി ശബരി റെയിൽപാത. 2019 മരവിപ്പിച്ച പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ കിഫ്ബി വഴി 1900 കോടി രൂപ അനുവദിച്ചതോടെയാണ് പദ്ധതിക്ക് പുതുജീവൻ വെച്ചത്. കൂടാതെ കേന്ദ്ര സർക്കാർ 505 കോടി രൂപയും അനുവദിച്ചു. ഇതോടെ പൂട്ടിപ്പോയ ഓഫീസുകളടക്കം തുറന്നു പ്രവർത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് റെയിൽവേ. പദ്ധതി മരവിപ്പിച്ചതോടെ കാലടിയിൽ നിർമ്മിച്ച സ്റ്റേഷനും റെയിൽപാതയും കാട് കയറിയിരുന്നു. ഇപ്പോൾ അതെല്ലാം വൃത്തിയാക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ്. വീണ്ടും ജീവൻ വെച്ച പദ്ധതി ഇനിയൊരു മുടക്കവും വരാതെ എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാണ് പ്രദേശവാസികളുടെയും ആവശ്യം. ഉദ്ഘാടനവും സമാപനം ഒരുപോലെ ആക്കാണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഇവിടെ വസിക്കുന്ന ജനങ്ങൾക്കും അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലം പോകുന്ന അല്ലെങ്കിൽ അക്വസേഷൻ ചെയ്തിട്ടാണ് ജനങ്ങളെ ബുദ്ധിമുട്ടായിട്ട് ഇതിൽ തുടർ നടപടിയായിട്ട് മുന്നോട്ട് ഇത് പോകണം. റെയിൽവേ വന്നാൽ നല്ലതല്ലാതെ ദോഷം ഒന്നും വരില്ല. യാത്രയെല്ലാം നല്ലതാന്നേ, പക്ഷേ റെയിൽവേനെ സമ്മതിക്കണ്ടേ? റെയിൽവേ ചുവരാമാരെ സമ്മതിച്ചിട്ട് വേണ്ടേ? ഗുണങ്ങളുണ്ടാവും, ഗുണമില്ല നമ്മൾ പറയലല്ലോ. ജനങ്ങൾക്ക് ഗുണമുണ്ടാവും എന്തായാലും. എപ്പോഴാ വന്നാലും എപ്പോൾ വന്നില്ലെങ്കിലും ഗുണങ്ങളുണ്ടാവും. ഗുണമില്ലാന്ന് നമ്മൾ പറയില്ല. ഇപ്പോൾ ഒരു ട്രെയിനിൽ ഇപ്പോൾ അങ്കമാലിയിൽ നിന്ന് ഇറങ്ങേണ്ട കാര്യമില്ലല്ലോ, അപ്പോൾ നമുക്ക് ഇറക്കാം. അങ്കമാലി മുതൽ എരുമേലി വരെ 111 കിലോമീറ്റർ പാതയാണ് ആദ്യഘട്ടത്തിലുള്ളത്. ഇതിൽ 14 സ്റ്റേഷനുകളുണ്ട്. ഓഫീസുകൾ പ്രവർത്തന സജ്ജമാകുന്നതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും വേഗത കൂടുമെന്നാണ് പ്രതീക്ഷ. ഓഫീസുകളുടെ പ്രവർത്തനത്തിനുള്ള ചെലവ് സംസ്ഥാന സർക്കാർ കണക്കിൽ ഉൾപ്പെടുത്തണം എന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. റവന്യൂ വകുപ്പിൽ നിന്ന് ഡെപ്യൂട്ടേഷനായിട്ടാകും ഉദ്യോഗസ്ഥരെ നിയമിക്കുക. ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കാനുണ്ടായ കാലതാമസവും പിന്നീട് പദ്ധതി മരവിപ്പിച്ചതുമാണ് ഓഫീസുകൾക്ക് പൂട്ടുവീഴാൻ കാരണമായത്. കാട് മൂടിക്കിടന്നിരുന്ന അങ്കമാലി ശബരി റെയിൽപാതയിൽ വെളിച്ചം വീണു തുടങ്ങി. ഇനി ചൂളം വിളിച്ചെത്തുന്ന തീവണ്ടിക്കായുള്ള കാത്തിരിപ്പാണ്. കാലടിയിൽ നിന്നും ക്യാമറമാൻ അക്ഷയ്ക്കൊപ്പം അബ്ദുൾ റഹീം, ന്യൂസ് മലയാളം.